നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ആരാധിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയായി ലഭിച്ച പത്തനംതിട്ടക്കാരോട് തനിക്ക് അസൂയ തോന്നുകയാണെന്ന് ആലപ്പുഴ സ്വദേശിയും എഴുത്തുകാരനുമായ ജിതിൻ കെ ജേക്കബ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പത്തനംതിട്ടക്കാരോട് അസൂയ തോന്നുന്നു. ലോകം മുഴുവൻ ആരാധിക്കുന്ന സഖാവ് തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി ലഭിക്കുക എന്നതിൽ പരം ഭാഗ്യം വേറെ കിട്ടാനുണ്ടോ? MLA-യും മന്ത്രിയുമായിരുന്ന കാലയളവ് കൊണ്ട് ആലപ്പുഴയെ സിംഗപ്പൂറാക്കി മാറ്റിയ സഖാവ് പത്തനംതിട്ടയെ ന്യൂയോർക്കെങ്കിലും ആക്കുമെന്ന് ഉറപ്പ്. അതുമാത്രമോ, വേസ്റ്റ് മാനേജ്മെന്റ്, ജൈവകൃഷി, അങ്ങനെ നൂറുകണക്കിന് ഐറ്റംസ് ഉണ്ട് സഖാവിൻ്റെ കയ്യിൽ. പത്തനംതിട്ടക്കാർക്കെല്ലാവർക്കും ജോലി സഖാവ് ഉറപ്പാക്കി കഴിഞ്ഞു. അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫ് നാടുകളിലുമൊക്കെ ആടുജീവിതം നയിക്കാൻ പത്തനംതിട്ടക്കാരെ ഇനി സഖാവ് അനുവദിക്കില്ല. എല്ലാ പ്രവാസികളും നാട്ടിലേക്ക് മടങ്ങാൻ ബാഗ് പാക്ക് ചെയ്തുള്ളൂ. കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്നപ്പോൾ KSRTCയെ ലാഭത്തിലാക്കുമെന്ന് സഖാവ് പറഞ്ഞു. KSRTC ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനമായി. കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സഖാവ് ലാഭത്തിലാക്കി. സഖാവ് കൊണ്ടുവന്ന K-ഫോൺ, K-റെയിൽ, K-സഫാരി, K-ഹൈവേ, K-വിമാനം, K-കമ്പ്യൂട്ടർ, K-ഹോട്ടൽ, K-ചിക്കൻ എന്നിവയൊക്കെ ആഗോള കുത്തക കമ്പനികളെ തകർത്ത് മുന്നോട്ട് കുതിക്കുന്നു. K-ഫോൺ വന്നതോടെ അംബാനിയുടെ ജിയോ പൂട്ടിപ്പോയി. വിഴിഞ്ഞം തുറമുഖം അദാനിയിൽ നിന്നും ഊരാളുകൾ ഏറ്റെടുത്തേക്കും. സഖാവ് ധനമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന്റെ പൊതുകടം ഏതാണ്ട് 1.6 ലക്ഷം കോടി രൂപ ആയിരുന്നുവെങ്കിൽ സഖാവ് മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ അത് 4 ലക്ഷം കോടി രൂപയിൽ എത്തിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തി. സഖാവിന്റെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കും? ലോകത്തെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇതുവരെ പോകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച സഖാവ് കേരളത്തെ രക്ഷിക്കാൻ നിരന്തര ഗവേഷണങ്ങളിലൂടെ വികസിപ്പിച്ച പ്രസ്ഥാനമാണ് കിഫ്ബി. ലോകം മുഴുവൻ നടന്ന് കടം വാങ്ങാൻ സഖാവ് ഉണ്ടാക്കിയ കിഫ്ബി വഴി മസാല ബോണ്ടായി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും എടുത്ത 2150 കോടി രൂപയുടെ 5 വർഷത്തെ പലിശയായി കേരളം 1045 കോടി രൂപ അടച്ചുവെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നില്ലേ? ഇന്ത്യയിലെ ബാങ്കുകൾ 8.5% നിരക്കിൽ കടം കൊടുക്കുന്ന കാലത്താണ് സഖാവ് ഏതാണ്ട് 9.73% പലിശ നിരക്കിൽ ലണ്ടനിൽ പോയി 2150 കോടി രൂപ കുത്തക മുതലാളിമാരിൽ നിന്നും ലോൺ എടുത്ത് 7% പലിശയ്ക്ക് ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളിൽ ഉൾപ്പെടെ നിക്ഷേപം നടത്തി ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധരെ ആകെ ഞെട്ടിച്ചത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് വിദേശ കുത്തക മുതലാളിമാർക്ക് ഇത്രയും വലിയ ലാഭമുണ്ടാക്കി കൊടുത്ത സഖാവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. 9 തവണ സഖാവിനെ ആദരിക്കാൻ ED ക്ഷണിച്ചുവെങ്കിലും സഖാവ് പോയില്ല. ഇനിയിപ്പോൾ വാദ്യഘോഷാദികളോടെ സഖാവിനെ കൊണ്ടുപോകാൻ ED എത്തും. ഇത്രയും പ്രഗത്ഭനായ സഖാവ് തോമസ് ഐസക് കേരളത്തെ അമേരിക്കൻ നിലവാരത്തിൽ എത്തിച്ചതുപോലെ ഇന്ത്യയെയും എത്തിക്കുമെന്ന് ഉറപ്പാണ്. CPM-ന് മാത്രമേ BJP-യെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഇന്ത്യയിൽ കഴിയൂവെന്ന് പാർട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ അടുത്ത ധനകാര്യമന്ത്രിയാണ് സഖാവ് ഐസക്. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ RBIയുടെ കമ്മട്ടം വെച്ച് ആവശ്യത്തിന് പണമച്ചടിച്ചാൽ പോരെയെന്ന് പരസ്യമായി പറഞ്ഞ ലോകത്തിന്റെ കയ്യടി നേടിയ ഐസക് സഖാവ് മരണമാസല്ലേ? സഖാവ് അടുത്ത കേന്ദ്ര ധനകാര്യമന്ത്രിയായാൽ RBI ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലും നോട്ടടിക്കാൻ പ്രസ് തുടങ്ങും. അപ്പോൾ പിന്നെ എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിന് പണമാകുമല്ലോ. പത്തനംതിട്ടക്കാരെ, ഞങ്ങളുടെ സഖാവിനെ വെറും 5 വർഷത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ചങ്ക് പറിച്ചാണ് തരുന്നത്. സഖാവ് മിക്കവാറും 3 കൊല്ലം കൊണ്ട് പത്തനംതിട്ടയെ ന്യൂയോർക്കാക്കി മാറ്റുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ സഖാവിനെ ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് തിരിച്ചു തരണേ. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.